പൂനെ ടു കേരള യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ഞാൻ ഇന്നും 3 മണിക്ക് തന്നെ എഴുന്നേറ്റു. എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങി. റൂം മാറിക്കിടന്നതിൻ്റെയോ അല്ലെങ്കിൽ സ്ഥലം മാറിക്കിടന്നതിൻ്റെയോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ആർക്കും ഉണ്ടായില്ല. എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങി. ഞാൻ ഇന്നലെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കാമെന്ന്. കാരണം ഒരു ബാത്റൂമേ ഉള്ളൂ. അപ്പം നേരത്തെ എഴുന്നേറ്റിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് റെഡിയായാൽ മതി. അപ്പം നമ്മൾ ഇന്നും വിചാരിക്കുന്നു 4 മണിക്ക് തന്നെ ഇറങ്ങണം, എന്നാലേ നമ്മൾ വിചാരിച്ച സമയത്ത് നാട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ സമയം 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്ക് 4:15 ആകും. രാവിലെ തന്നെ ഇറങ്ങാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രാഫിക് വളരെ കുറവായിരിക്കും അതിരാവിലെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 മണിക്ക് തന്നെ ഇറങ്ങാമെന്നുള്ള പ്ലാൻ എടുത്തത്. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങി നമ്മൾ 11 മണിയുടെ സമയമുണ്ട് ചെക്കൗട്ട് ചെയ്യാനായിട്ട്. പക്ഷേ അന്നേരത്തേന് നമുക്ക് നാട്ടിലെത്താനായിട്ട് വളരെ താമസിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഇനി നമ്മൾ പോകുന്ന റൂട്ട് പറയാം. മാംഗ്ലൂരിന് നേരെ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, കൊച്ചി, ആലപ്പുഴ, കൊല്ലം. ഇതാണ് നമ്മളുടെ റൂട്ട്. കൊല്ലത്ത് നമ്മുടെ വീട്ടിലേക്കുള്ള മാപ്പാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. 14 മണിക്കൂർ 38 മിനിറ്റാണ് മാപ്പിൽ കാണിക്കുന്നത്. ടോട്ടൽ കിലോമീറ്റർ 576 ആണ്. നമ്മൾ 6:59 വീട്ടിലെത്തുമെന്നാണ് കാണിക്കുന്നത്. എന്നാലും 8:30-9 മണിയാകുമ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 14 മണിക്കൂർ എടുക്കും നമ്മുടെ വീട്ടിലെത്താനെങ്കിലും ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്ക് കിടക്കുമെന്നുള്ളൊരു സന്തോഷമുണ്ട്. കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ സ്ഥലമാണല്ലോ, അതിൻ്റെ ഒരു ത്രില്ലിലാണ് എല്ലാവരും. നമ്മളിപ്പോൾ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാപ്പ് ചെറിയൊരു പണിയും തന്നിട്ടുണ്ടായിരുന്നു. ഈ റോഡിങ്ങനെ നേരെ കിടക്കുകയാണ്. പെട്ടെന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അതുപോലെ നോക്കിയപ്പോൾ റൈറ്റിലോട്ട് ടേണിംഗ് ഒന്നുമില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോൾ ഒരു ടേണിംഗ് കണ്ടു, അതിലേക്ക് ടേൺ ചെയ്യാൻ പറയുന്നു. ഞങ്ങൾ ടേൺ ചെയ്തു. പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പിന്നെ മാപ്പിനും അറിയത്തില്ല. അത് കടന്ന് അങ്ങോട്ട് ഡൈവേർട്ട് റൂട്ട് കാണിക്കുന്നു, ഡൈവേർട്ട് ചെയ്യുന്നു, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഞങ്ങൾ തപ്പിപ്പിടിച്ച് ചോദിച്ചും പറഞ്ഞും നമ്മൾ കറക്റ്റ് റൂട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഒരേ റൂട്ടിൽ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ കിടന്ന് കറങ്ങുമായിരുന്നു. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിലെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കണമായിരുന്നു. ആ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് കറക്റ്റ് റൂട്ട് പറഞ്ഞു തന്നത്. നമ്മളിവിടുന്ന് 3060 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി. വളരെ ചെറിയൊരു കടയാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ചായ കുടിക്കാമെന്നും വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറൊരു കടയിൽ നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇടിയപ്പവും വെജിറ്റബിൾ കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കടയിൽ എല്ലായിടത്തും നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയൊരു കടയാണ് കേട്ടോ, പക്ഷേ നല്ല രസമുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. പോസ്റ്ററാണോ ഇനി അത് വരച്ചിട്ടുള്ളതാണോ എന്നറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് വീണ്ടും നമുക്ക് യാത്ര തുടങ്ങാം. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇടിയപ്പം എന്ന് വിചാരിച്ച് ഇതെങ്കിൽ ഇത് വീശപ്പം ആണെന്നാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിലിന് വീശപ്പം എന്നാണ് പറയുന്നത്. വെജിറ്റബിൾ കറിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കറിയുടെ അതേ ടേസ്റ്റ്. ഇതാണ്ട് ഈ ഹോട്ടലിലാണ് നമ്മൾ കയറിയ, നന്ദൂസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇവിടുന്ന് 119 കിലോമീറ്ററാണ് കോഴിക്കോടിനുള്ളത്. ഇനിയുള്ള യാത്രകൾ വളരെ സൂക്ഷിച്ച് വേണം. അവിടെ ഇവിടെ എല്ലാം ക്യാമറകൾ വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഫോട്ടോ എടുക്കുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് യാത്ര തുടരാം. ഇഷയും ബദ്രിയും അതുപോലെ തന്നെ അവരുടെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ എനർജിയിലാണെന്ന് തോന്നുന്നു. അവർ വീണ്ടും അവരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പാടി തുടങ്ങി. ഈ പോകുന്ന 3 പേരും നമ്മുടെ ഫ്രണ്ടിൽ കയറിയിട്ട് കുറച്ച് നേരമായി കേട്ടോ. ആർക്കും സൈഡ് കൊടുക്കുന്നില്ല, ഇങ്ങനെ നിരന്നു പോവുകയാണ്. ഫ്രണ്ടിലൊരു ബസ് പോകുന്നുണ്ട്, ആ ബസ് ആർക്കും സൈഡ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളും കുറച്ച് നേരമായി ഇവരുടെ പിറകെ ഇങ്ങനെ പോകുന്നു. നമുക്ക് നോക്കാം ഇവരുടെ പ്ലാൻ എന്താണെന്ന്. എവിടെയെങ്കിലും വെച്ച് സൈഡ് കിട്ടാതിരിക്കില്ല, പുറകെ പോകാം.
ഞാൻ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഓരോരുത്തരും എന്നെ വിളിക്കുകയും നമ്മുടെ യാത്ര എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയും യാത്ര സേഫാണോ എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും താങ്ക്സ് പറയുകയാണ്. നമ്മുടെ ഇത്രയും കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ണെത്താ ദൂരം വരെ ഇങ്ങനെ റോഡ് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ ടോളാണ്. അപ്പം ടോള് കൊടുത്താലും കുഴപ്പമില്ല, നല്ല റോഡ് കിട്ടുമെങ്കിൽ നമുക്ക് എത്ര ടോള് വേണമെങ്കിലും കൊടുക്കാം. ഇതുപോലത്തുള്ള റോഡുകൾ നമുക്ക് നാടിനെല്ലാം ആവശ്യമാണ്, കാരണം പെട്ടെന്നുള്ള യാത്രയ്ക്കും എല്ലാത്തിനും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോളാണ് കേരളത്തിൽ കയറിയതിന് ശേഷമുള്ള. ഇവിടെ 75 രൂപയാണ് ടോളിനായിട്ടുള്ളത്. ഒരുപാട് സ്ഥലത്ത് റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ തലശ്ശേരി മാഹി ബൈപ്പാസ്, അതുപോലെ കാസർഗോഡ് ഒരു 39 കിലോമീറ്ററോളം നല്ല സൂപ്പർ റോഡാണ്. എല്ലായിടത്തും നല്ലതുപോലെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കോഴിക്കോട് 57 കിലോമീറ്ററാണ് കാണിക്കുന്നത്. എറണാകുളത്ത് നിന്ന് 241. ദേ ഇവിടെ ഒരു ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു. ഗ്ലാസ്സൊക്കെ പൊട്ടി കിടക്കുന്നു. എന്താണെന്നറിയില്ല, ഭയങ്കര ഫാസ്റ്റിലല്ലേ വണ്ടികൾ വരുന്നതും പോകുന്നതും ഒക്കെ. കണ്ണൂർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയതാണ്, പിന്നെ എങ്ങും ബ്രേക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കൊയിലാണ്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടിത്താവളം എന്നുള്ളൊരു റെസ്റ്റോറൻറ്റ്, ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒന്ന് ഫ്രഷ് ആകണം, ചായ കുടിക്കണം, ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടുന്ന് നമ്മൾ ചായയും 3 പഴംപൊരിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പഴംപൊരി അല്ല, വളരെ വലുതായിരുന്നു. ഒരാൾക്ക് ഫുള്ള് കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കാം, ഞങ്ങൾക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് നേരമല്ലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഓർഡർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ജസ്റ്റ് ചായ മാത്രം കുടിച്ചാൽ മതിയായിരുന്നു. പഴംപൊരി ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അത് ഞങ്ങളെ അങ്ങോട്ട് ആകർഷിച്ചു. അങ്ങനെ പഴംപൊരി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഒരെണ്ണം ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചിട്ട് ബാക്കി ഞങ്ങൾ പാഴ്സൽ ചെയ്തു, വഴി വെച്ചെങ്ങാനും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. കേരളത്തിൽ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ ആകെ ടോളുകൾ 3 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ടോളിൻ്റെ എത്ര റേറ്റൊക്കെ ആയെന്നുള്ളത് വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയാം. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഒരു കടയിൽ നിർത്തിയതാണ് കുഴിമന്തി കഴിക്കാനായിട്ട്. ഇവർ 2 പേരും, ചേട്ടനും അതെ, കുഴിമന്തി ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനൊരു തവണ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. കുഴിമന്തി വേണമെന്ന് പറഞ്ഞു. അവരൊരു പ്ലേറ്റ് കുഴിമന്തി ഇവിടെ കൊണ്ടുവച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കണ്ടു പേടിച്ചു പോയി. നമ്മളൊരു യാത്രയിൽ ഇതൊക്കെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്രയും ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഓർഡർ ചെയ്തു, അവർ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു. കഴിച്ചല്ലേ പറ്റൂ. ഇവിടുന്ന് ഞങ്ങൾ ബാക്കി പാഴ്സലാക്കിയിട്ടുണ്ട്. അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന കണക്ക് കഴിച്ചു, ബാക്കി പാഴ്സലാക്കി. ഇപ്പോൾ നമ്മൾ കൊച്ചി എത്തി. ഇവിടെ 1 മണിക്കൂറോളം ഞങ്ങൾ ബ്ലോക്കിൽ കിടന്നു. ബ്ലോക്കിൽ കിടന്നു പറഞ്ഞാൽ വണ്ടി ചലിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ക്യൂവിൽ കുറേ ദൂരം വരെ വണ്ടികൾ അനങ്ങാതെ കിടക്കുകയായിരുന്നു. എന്താ കാര്യമെന്നൊന്നും അറിയില്ല, ഫ്രണ്ടിൽ എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആയെന്നും അറിയില്ല. അങ്ങനെ കുറേ നേരം ഇവിടെ ബ്ലോക്കിൽ കിടന്ന് നമ്മളിത്രയും ദൂരം ഓടി വന്നെങ്കിലും ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഒരുപാട് ടയേർഡായത്. കുറേ നേരം അനങ്ങാതെ ഇങ്ങനെ വണ്ടി കിടക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ചേർത്തല എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് 1 മണിക്കൂറോളം ഈ ട്രാഫിക് ബ്ലോക്കിൽ പോയില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഇവിടെ എത്തിയേനെ. അതുപോലെ തന്നെ ചേച്ചിയുടെ മോനെ കാണാനായിട്ടൊരു പ്ലാനും ഉണ്ടായിരുന്നു, അതും നടന്നില്ല. അവനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് സ്ഥലത്താണെന്ന് പോലും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങ് പോയി. ഒരുപാട് ടയേർഡായി ഞങ്ങളെല്ലാവരും. ഇനി നമ്മൾ കരുവാറ്റയിൽ ചേച്ചി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചി എന്ന് പറയുമ്പം ചേട്ടൻ്റെ പെങ്ങൾ. അപ്പോൾ ചേച്ചിയെ കാണാനായിട്ട് നിർത്തണം. ചേച്ചി കുറേ നേരം കൊണ്ടേ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയായിരുന്നു. ചേച്ചിയെ ഞങ്ങളിപ്പോൾ കണ്ടിട്ട് 1 വർഷമായി. നമ്മൾ വർഷത്തിലൊരിക്കലാണല്ലോ നാട്ടിൽ വരുന്നത്. നാളെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. എന്നാലും വരുന്ന വഴിക്ക് ചേച്ചി ഞങ്ങളെ വന്ന് കണ്ടതാണ്. ഇതിന് മുമ്പ് നമ്മൾ വന്നപ്പോൾ ഇതുപോലായിരുന്നു. ചേച്ചി വഴിയിൽ ഇങ്ങനെ കാത്തു നിന്ന് ഞങ്ങളെ കാണും. ഞങ്ങൾക്ക് ഉഴുന്നുവട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി. അത് ഞങ്ങൾ കാറിലിരുന്ന് കഴിച്ച് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു.
ചേച്ചിയോട് യാത്ര പറഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കരുവാറ്റ എത്തിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ കോൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല മഴയാണെന്ന്. അപ്പോൾ ഇനി അറിയില്ല, മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും പാടാണ് യാത്ര. ഇപ്പം നമ്മൾ ഓച്ചിറ എത്തിയിട്ടുണ്ട്. ഇവിടെ എങ്ങും മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. കരുവാറ്റ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഹരിപ്പാടൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. ഇനി മുമ്പോട്ട് ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളിലേ മഴയുള്ളെന്ന് തോന്നുന്നു. മുമ്പോട്ടൊക്കെ മഴയുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ വീട്ടിൽ കൊല്ലത്തോട്ടൊക്കെ മഴ പെയ്യുന്നെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീട്ടിലെത്താറായി. ഈ ഒരു വളവൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീടാണ്. എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയാണ്. എനിക്കറിയാം എല്ലാവരും സിറ്റൗട്ടിൽ തന്നെ കാണും നമ്മളെ പ്രതീക്ഷിച്ച്. എല്ലാവരെയും ഒരു വർഷത്തെ കാത്തിരിപ്പാണിത്. അതിൻ്റെ സ്നേഹപ്രകടനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ വർഷവും ലീവിന് വരും. ഒരു മാസം ഞങ്ങൾ നിൽക്കും. ഇത്തവണ മാത്രം നമ്മൾ ഒരാഴ്ചത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ചേട്ടൻ എങ്ങനെ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, വണ്ടിയുടെ ഡ്രൈവിങ് എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ കാലിൻ്റെ എക്സസൈസുകളൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരോ വിശേഷങ്ങൾ തിരക്കുകയാണ്. അച്ചു ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവുമായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ വന്നത്. അവൾ അറിഞ്ഞില്ല ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവൾക്കൊരു സർപ്രൈസ് തന്നെയായിരുന്നു. കാരണം അവളൊന്നും അറിഞ്ഞില്ല, ഞങ്ങൾ വന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. അച്ചു എന്ന് പറയുന്നത് മോളും ഇഷയും എദ്രിയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി മൂഡാണ്. അവളൊരു കുഞ്ഞമ്മയെന്നുള്ള ഒരു ഇതിലല്ല, ഒരു കൂട്ടുകാരാണൊക്കെയാണ് എപ്പോഴും. പിന്നെ അമ്മ ഞങ്ങൾക്ക് ചായ ഇടാനൊക്കെയുള്ള തുടക്കമാണ്. അമ്മയ്ക്കാണെങ്കിൽ ക്യാമറ കൊണ്ട് വരുമ്പോഴേ അമ്മ എപ്പോഴും പറയും, എൻ്റെ മോളെ എന്നെ എടുക്കരുതേ, എന്നെ ശരിയാവത്തില്ല, എൻ്റെ മുഖം കൊള്ളത്തില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അമ്മ ക്യാമറ കാണുമ്പോൾ അയ്യോ വേണ്ട മോളെ എന്ന് പറയുന്നത്. മിക്കപ്പോഴും അവർ ശ്രദ്ധിക്കാറ് പോലുമില്ല എൻ്റെ മൊബൈലിൽ ക്യാമറ ഓണാണെന്ന്. ചിലപ്പോൾ സംസാരിച്ച് തുടങ്ങി കഴിയുമ്പോഴായിരിക്കും അയ്യോ നീ മൊബൈൽ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത്. ഇനി ഞങ്ങൾ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ പറയട്ടെ. ഒരു വർഷത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും കാണാനും ഒക്കെ ഉണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണമോ ഒന്നുമില്ല. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പ്ലേസാണ് ഞങ്ങളുടെ ഈ ചാവടി എന്ന് പറയുന്നത്. എപ്പോഴും ചായയൊക്കെ ഇട്ട് വൈകിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വന്നിരുന്ന് ചായയൊക്കെ കുടിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയട്ടെ. പൂനെ ടു കേരള ട്രിപ്പ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ 2 ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായ തുക ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ടോളിൻ്റെത്, പെട്രോള്, ഹോട്ടൽ ബില്ല് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ബില്ലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം. എല്ലാവർക്കും ബായ്.